നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് Molife എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന പ്ലേ 310 എന്ന് പറയുന്ന ഒരു ട്രൂലി വയർലെസ് ഹെഡ്സെറ്റാണ്. Molife എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം അവരുടെ നിരവധി പ്രോഡക്റ്റുകൾ നമ്മളിപ്പോൾ ആൾറെഡി നമ്മുടെ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 2 സ്മാർട്ട് വാച്ചുകൾ അത് ഗീവ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു വയർലെസ് ഹെഡ്സെറ്റ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ Molifeൻ്റെതായിട്ട് പരിചയപ്പെടുത്തിയിരുന്നു. എനിവേ നമ്മുടെ ചാനൽ അവർ ദത്തെടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത പ്രോഡക്റ്റും അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുള്ള വിശ്വാസവും എന്നിലുള്ള വിശ്വാസവും കൊണ്ടായിരിക്കും അവർ അടുത്ത പ്രോഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. പ്ലേ 310 എന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റ്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ പുറത്ത് ഇതുപോലെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് ഈ ഒരു ഫോട്ടോയ്ക്ക്. എന്തായാലും നമുക്കത് ലുക്കിലല്ല വർക്കിലാണ് കാര്യം. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം, അത് വർക്ക് ചെയ്യിച്ച് നോക്കാം, എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് പ്ലേ 310 എന്ന Molifeൻ്റെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് വരുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകളൊക്കെ പറയുന്നുണ്ട്. അതായത് പാസീവ് നോയ്സ് ഐസൊലേഷൻ ഉണ്ട്, അതുപോലെ ടച്ച് സെൻസിറ്റിവിറ്റി കൺട്രോളുകളുണ്ട്, അപ് ടു 15 hours ഓഫ് പ്ലേ ബാക്ക് ടൈം ഉണ്ട്, ഓട്ടോ പെയർ ആണ്, USB-C ചാർജിങ് ടൈപ്പാണ്, ഗൂഗിൾ അസിസ്റ്റൻറ്റ്, സിരി പോലുള്ള വോയിസ് അസിസ്റ്റൻറ്റുകൾ വർക്ക് ചെയ്യും, അങ്ങനെ തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് പ്രധാനമായിട്ടും 2 നിറങ്ങളിൽ വരും, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അതുപോലെ ഒരു കാര്യം കൂടെ ആദ്യമേ പറയട്ടെ, നമ്മുടെ ഈ വീഡിയോ കാണുന്ന കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ട് ഇവരൊരു ഡിസ്കൗണ്ട് കൂപ്പൺ കോഡ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. JGN 200 എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് കൂടി നിങ്ങളിത് പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ 200 രൂപ ഇതിൻ്റെ ടോട്ടൽ പ്രൈസിൽ നിങ്ങൾക്ക് കുറച്ച് കിട്ടുകയും ചെയ്യും. എനിവേ നമുക്കിത് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. യെസ്, ഇതേ ഇരിക്കുന്നു നമ്മുടെ Molifeൻ്റെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് പ്ലേ 310. ഈ ഒരു വയർലെസ് ഹെഡ്സെറ്റ് ഇതുപോലെ പുറത്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. ചാർജിങ് കേസ് പ്രത്യേകമായിട്ട് തന്നിരിക്കുന്നു. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആൻഡ് ചാർജിങ് കേസ്. അതിലേക്ക് വരാം. കൂടാതെ ഇതിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. എക്സ്ട്രാ ഇയർ ടിപ്സ് ഉണ്ട്, ചാർജിങ്ങിനായിട്ട് USB Type-C പോർട്ട്, അത് വലിയ കാര്യം. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ മൈക്രോ USB പോർട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ യൂസർ മാനുവലും വാറൻറ്റി കാർഡ് ഡീറ്റെയിലൊക്കെയാണ് പിന്നീട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ബോക്സിനകത്ത് വരുന്നത്. എനിവേ നമുക്കിനി ഇത് നമ്മുടെ ഫോണുമായിട്ടൊന്ന് പെയർ ചെയ്ത് ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ സ്റ്റെമ്പ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, വളരെ ചെറിയ അധികം നീളം ഇല്ലാത്ത ടൈപ്പ് ഒരു സ്റ്റെമ്പാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അത് ഒരു നല്ല കാര്യമാണ്. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന മറ്റേ ആപ്പിളിൻ്റെയൊക്കെ ഇതുപോലുള്ള എയർപോഡൊക്കെ ഉണ്ടല്ലോ, അതിനുമൊക്കെ ഇത് ഏറ്റവും ലേറ്റസ്റ്റിന് ഇതുപോലെ വളരെ സൈസ് കുറവാണ്, നീളം കുറഞ്ഞതാണ്. ആ ഒരു സ്റ്റൈലാണ് ഇതിനകത്തും അഡാപ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ബിൽഡ് ക്വാളിറ്റിയിൽ മാത്രമല്ല കാര്യം, ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയും ഇതിൻ്റെ ഒരു ഫിറ്റിങ്ങും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കണം. ഇനി ചാർജിങ് കേസാണിത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് ഈ ഇയർബഡുകൾ ഇതിനകത്ത് ഫിറ്റായി ഇരിക്കേണ്ടത്, കണ്ടില്ലേ? അതിനുശേഷം അടയ്ക്കാം. മൊത്തത്തിൽ ഓവറാൾ ഇതിൻ്റെ ചാർജിങ് കേസ് ഉൾപ്പെടെയുള്ളൊരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല, സാമാന്യം ആവശ്യമുള്ള ഈ ഒരു ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് വലിയൊരു പ്രൈസൊന്നുമില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി. ഇവിടെ ആയിട്ടൊരു ചാർജിങ് ഇൻഡിക്കേറ്റർ ലൈറ്റ് നമുക്കിതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേ നമുക്കിനി ഇത് നമ്മുടെ ഫോണുമായിട്ടൊന്ന് പെയർ ചെയ്ത് നോക്കാം. ഇതുപോലെ ഇയർബഡുകൾ ഈ ഒരു ചാർജിങ് കേസിൽ നിന്ന് ഊരി പുറത്തേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ പ്ലേ 310 എന്ന് പറഞ്ഞ് ഇതുപോലെ കാണിക്കും. അത് ക്ലിക്ക് ചെയ്താൽ മതി, അത് പെയർ ചെയ്യും. യെസ്, ഇതിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ് എല്ലാം കാണിക്കുന്നുണ്ട്. 70% ആണ് ഇതിനകത്ത് ബാറ്ററി ഉള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. എനിവേ നമുക്കിത് ചെവിയിലോട്ട് വെച്ച് ഇനി ഇതിൻ്റെ ഒരു സൗണ്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഞാനിതിപ്പോൾ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടി ചെവിയിലോട്ട് ഇങ്ങനെ വെച്ചു. നല്ല പെർഫെക്റ്റ് ഫിറ്റാണ്. ഈ ഒരു സാധനം നന്നായിട്ട് ചെവിക്ക് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. ഇത് ഇൻ ഇയർ ബഡാണ്, അതുകൊണ്ട് തന്നെ ചെവിക്കകത്തേക്ക് നല്ല രീതിയിൽ കയറിയിരിക്കുന്നുണ്ട്. അതുപോലെ ഏതാണ്ട് നല്ല പെർഫെക്റ്റ് ഫിറ്റ്, ഒരു കാരണവശാലും പുറത്തേക്ക് തെറിച്ച് പോകത്തില്ല, നന്നായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒന്നുമില്ല, പക്ഷേ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. എന്താണ് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഇയറിനകത്തേക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെയും കൈ പൊത്തുന്ന ഒരു ഫീലുണ്ട്. അകത്തേക്ക് വയ്ക്കുമ്പോൾ തന്നെ പുറത്തുനിന്നുള്ള സൗണ്ടുകളെല്ലാം ഇത് ബ്ലോക്ക് ചെയ്യും. എങ്ങനെ ബ്ലോക്ക് ചെയ്യും? ഈ ഒരു സാധനം ചെവിയിൽ അടഞ്ഞിരിക്കുന്നത് കൊണ്ട്. അതാണ് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ആ മ്യൂസിക് പ്ലേ ചെയ്യാൻ സാധിക്കും. എനിവേ ഇനി ഞാൻ ഇതിനകത്തൊരു പാട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഞാൻ പാട്ടുകൾ കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് യൂട്യൂബ് മ്യൂസിക്കാണ് കേട്ടോ. ഞാൻ എൻ്റെ പ്രൊമോഷനൊന്നും പറയുന്നതല്ല, പക്ഷേ എനിക്ക് പലരും പല ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കും. ഞാനിതിൻ്റെ പെയ്ഡ് മെമ്പർഷിപ്പ് വരെ എടുത്തിട്ടുണ്ട്. പക്കയാണ്. നമുക്ക് ഏത് പാട്ട് വേണമെങ്കിലും, യൂട്യൂബിൻ്റെ ആണല്ലോ, അപ്പോൾ ഏത് പാട്ട് വേണമെങ്കിലും നമുക്കിതിനകത്ത് സെർച്ച് ചെയ്തെടുക്കാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ ഒരു സംഗതി. ഇനി ഞാൻ ഒരു പാട്ട് പ്ലേ ചെയ്ത് നോക്കട്ടെ.
അപ്പോൾ ഞാനിപ്പോൾ പാട്ട് കേട്ടു, നല്ല ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച ക്വാളിറ്റി തന്നെ ഈ ഒരു ഹെഡ്സെറ്റ് തരുന്നുണ്ട്. നല്ല ബാസുള്ള സൗണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റിനകത്ത് നിന്ന് ലഭിക്കുന്നത്. കിടിലം സൗണ്ടാണ്, പ്രശ്നമൊന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ്. അതുപോലെ എന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ടച്ച് കൺട്രോളുണ്ട്. ടച്ച് കൺട്രോൾ ഒരു 3000-4000 രൂപ റേഞ്ചിൽ വരുന്ന ഹെഡ്സെറ്റുകളിലെല്ലാം ടച്ച് കൺട്രോളുണ്ട്. പക്ഷേ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും ഇതിനകത്ത് പറ്റുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അടുത്തിടെ നമ്മൾ വിവോയുടെ ഒരു ഹെഡ്സെറ്റ് കണ്ടിരുന്നു. അത് 7500 രൂപ പ്രൈസ് റേഞ്ചാണ്. അതിനകത്ത് മാത്രമേ വോളിയം ടച്ചിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിനകത്ത് ടച്ച് കൺട്രോൾ ഉണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമായിട്ട് എടുത്ത് പറയട്ടെ. ഇനി ഇതിൻ്റെ ടച്ച് കൺട്രോളിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ലിക്ക് ചെയ്താൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് പോസ് ആവും, വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ പ്ലേ ആവും. ഡബിൾ ക്ലിക്ക് ചെയ്താൽ വലത്തെ സൈഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ വോളിയം കൂടും, ഇടത്തെ സൈഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ വോളിയം കുറയും. അതുപോലെ വലത്തെ സൈഡിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പാട്ടിലോട്ട് മാറും, ഇടത്തെ സൈഡിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പ്രീവിയസ് പാട്ടിലേക്ക് മാറും. ഇനി ഇതിനകത്ത് മൈക്ക് സപ്പോർട്ടുണ്ട്. നമുക്ക് ആരെ വേണമെങ്കിലും നമ്മുടെ ഫോണായിട്ട് പെയർ ചെയ്തിരുന്നാൽ തീർച്ചയായിട്ടും കോള് വിളിക്കാനും കോൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനങ്ങളും ഈ ഒരു ഹെഡ്സെറ്റിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് വെർഷൻ എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് 5 ആണ്. അപ്പോൾ ബ്ലൂടൂത്ത് വെർഷൻ 5 ആയതുകൊണ്ട് തന്നെയും നമ്മുടെ പെയർ ചെയ്തിരിക്കുന്ന ഫോണുമായിട്ട് ഏകദേശം 10 മീറ്റർ അകലം വരെ നമുക്ക് ഫോൺ ദൂരെ വെച്ചുകൊണ്ട് വേണമെങ്കിലും നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ 3 മണിക്കൂറാണ് ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഹെഡ്സെറ്റിന് നൽകിയിരിക്കുന്നത്. 15 മണിക്കൂർ വരെ നമുക്ക് ഈ ഒരു ചാർജിങ് കേസ് കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചാർജ് ചെയ്തുകൊണ്ട് ഈ ഒരു ഹെഡ്സെറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കും. വയർലെസ് ഹെഡ്സെറ്റുകൾ ചാർജ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജിങ് ലഭിക്കും. ഈ ഒരു വയർലെസ് ഹെഡ്സെറ്റിനകത്ത് 30 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ചാർജിങ് കേസിനകത്ത് വന്നിട്ട് 250 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. ഇതൊരു IP-X5 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് രാവിലെയൊക്കെ നമ്മുടെ ചെവിയിൽ വെച്ചുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ട് വ്യായാമമൊക്കെ ചെയ്യാൻ പോയാൽ അല്പം വിയർപ്പ് തട്ടിയാലോ അല്ലെങ്കിൽ ഒന്ന് മഴ നനഞ്ഞാലോ ഒന്നും ഇതിന് യാതൊരു പ്രശ്നവും വരില്ല. വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്. സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ ബാസിനാണ് മുൻതൂക്കം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ആരാധകർക്ക് എപ്പോഴും ബാസിനോടാണ് താല്പര്യം. അതുകൊണ്ട് തന്നെയും ഈ ഒരു ഹെഡ്സെറ്റും ബാസിനാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക് ഡ്രൈവർ എന്ന് പറയുന്നത് 10 mm സൈസുള്ളതാണ്. അതുകൊണ്ട് തന്നെ മികച്ച ബാസ് ഈ ഒരു ഹെഡ്സെറ്റ് നൽകുന്നുമുണ്ട്. 1 വർഷത്തെ വാറൻറ്റിയാണ് മോലൈഫ് ഈ ഒരു ഹെഡ്സെറ്റുകൾക്ക് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഹെഡ്സെറ്റ് നമുക്ക് ആപ്പിൾ ഫോണുകളോടും ആൻഡ്രോയിഡ് ഫോണുകളോടും നമുക്ക് പെയർ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഈ ഹെഡ്സെറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റും ഐഫോൺ ആണെങ്കിൽ സിരിയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് വോയിസ് അസിസ്റ്റൻറ്റ് വഴി നമുക്ക് ഫോൺ ടച്ച് ചെയ്യാതെ ഈ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും വിളിക്കണമെങ്കിൽ കോൾ മുത്തു ജയരാജ് ഫോർ എക്സാമ്പിൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഫോൺ എടുക്കാതെ തന്നെ നമുക്ക് കോൾ വിളിക്കാനും ഒക്കെയുള്ള സംവിധാനം ഈ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 1 വർഷത്തെ വാറൻറ്റിയാണ് മോലൈഫ് എന്ന് പറയുന്ന കമ്പനി നൽകുന്നത്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 1699 രൂപയാണ്. പക്ഷേ 200 രൂപ നമ്മുടെ JGN 200 എന്ന കൂപ്പൺ കോഡ് കൂടി കൊടുത്തുകൊണ്ട് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും 200 രൂപ കുറവ് ലഭിക്കും. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി മോലൈഫ് നൽകുന്ന ഒരു അഡീഷണൽ ഡിസ്കൗണ്ടാണ്. അപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ വാങ്ങുന്നതിനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഹെഡ്സെറ്റ് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും പുതിയ വിശേഷങ്ങളും ഏറ്റവും ആദ്യം നിങ്ങളുടെ മൊബൈലിൽ യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷൻ എത്താൻ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്. ബൈ.